കുഞ്ഞു തന്നെ അൽഫി ഫൈറ്റ് ചെയ്യാറുണ്ടോ? ആദ്യം മന്ത്ലി അറൗണ്ട് ഒരു ബേബി പ്ലാൻ ഉണ്ടോ? 1 month യൂട്യൂബ് ഇൻകം വന്നു ഗൈസ് വന്നു. ഹൈ നോമ എന്തേ കാണുന്നേ? പാരീസിൽ നിന്ന് ഒഴുകി വരുന്ന സ്മൈൽസാ. എന്റെ നല്ലൊരു PC ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ PC ഒന്നും യൂസ് ചെയ്യ. കല്യാണം കഴിഞ്ഞ ശേഷം ലിറ്ററലി ഞാൻ കമ്പ്യൂട്ടറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല സീരിയസ്ലി. അതുകൊണ്ട് തന്നെ എല്ലാ സാധനം ഇപ്പൊ കുഞ്ഞിന്റെ റൂമിലാണല്ലോ. കുരുട്ടിനാണ് തീരെ വൃത്തിയില്ല ഗൈസ്. എല്ലാം തിന്നിട്ട് അവിടെ ഇട്ടേക്കും. കുഞ്ഞുവിന്റെ ബെഡ്റൂം ആയിട്ട് പറയില്ല, നല്ല വൃത്തിയാ. അവിടെ കാണുന്നുണ്ടാറില്ല ഗൈസ്. സ്റ്റാർട്ട് പോവാ കുഞ്ഞോളെ. എന്റെ റൂം കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ എന്റെ റൂം. ഞാൻ വീഡിയോയിൽ ചെറുതായിട്ട് കാണിച്ചു. ഒരുപാട് എറുമ്പുകൾ അങ്ങോട്ട് പോകുന്നത് ചോക്ലേറ്റ് വെച്ചപ്പോ എന്നിട്ട് ചോക്ലേറ്റ് വേറെ സ്ഥലത്ത് മാറ്റി വെച്ചു. ആണോ? പക്ഷെ എറുമ്പുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ. ബേബിക്കുട്ടി ഹായ് പറയേ കുഞ്ഞെടുത്തന്നെ. അപ്പൊ അൽഫിദ നമ്മളെ സ്വിഗ്ഗിത്തെ ഓർഡേഴ്സ് ഒക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പം ബിരിയാണി വരുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കിങ്ങനെ ചുമ്മാ കണ്ടിരിക്കല്ലേ, അവരവിടുന്ന് കൊടുത്തോളൂ. അപ്പൊ എല്ലാരും ഓർഡർ ചെയ്യാൻ പറയും സ്വിഗ്ഗിയില്. ഓർഡർ ചെയ്യാ, റിവ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. അതെ ഗൈസ്. അപ്പൊ നിങ്ങൾ കൊച്ചിയുള്ളവരാണെങ്കിൽ നേരെ സ്വിഗ്ഗി പോയിട്ട് റൈനാസ് കാറ്ററിംഗ് അടിച്ചാൽ നല്ല അടിപൊളി ഹോം മെയ്ഡ് കോഴിക്കോട് ബിരിയാണി, അതുപോലെ തന്നെ ഈവനിങ്ങിലെ സ്നാക്സ്, അതുപോലെ തന്നെ വെറൈറ്റി ടൈപ്പ് ഓഫ് സ്നാക്സ് ഒക്കെ അതിൽ ആഡ് ചെയ്യുന്നതാണ്. സോ പോയി നോക്കി. ഓക്കെ. അപ്പം കല്യാണം കഴിഞ്ഞ ശേഷം ഫാമിലി ആയിട്ട് ഒരു Q&A ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ട് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ പോസ്റ്റ് കിട്ടും. അതൊക്കെ നേരത്തെ ചെയ്ത്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? കുഞ്ഞിനോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഗൈസ്. പേരെന്താ? സാലിഹ. ഞാൻ എന്നാ കല്യാണം കഴിക്കുന്ന പറയത്തില്ല. കല്യാണം കഴിക്കാനായിട്ട് ആരും ചോദിച്ചില്ല. ചോദിച്ചോ? ആരും ചോദിച്ചില്ല. ആരും ഇവിടെ കല്യാണം പരിചയം ആരും കമന്റ് ചെയ്തില്ലല്ലോ. ആരും കമന്റ് ചെയ്തില്ല. ഞാനൊരു കമന്റും കണ്ടില്ല ഗൈസ് ഇവിടെ കല്യാണത്തിനെ പറ്റി. ഇല്ല ഞാൻ കണ്ടിട്ടില്ല സീരിയസ്ലി. അപ്പൊ നമുക്ക് Q&A. ഇത് ആരെ കാലുമ കളിക്കണേ? കുരിപ്പ് സാറോ കാലുമ അടിക്ക. ഈ സാധനത്തിന് ക്ലീൻ ആക്കാൻ വന്ന വിട്ടതാട്ടോ ഗൈസ്. ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് മടി പിടിക്കുന്നുണ്ട് കേട്ടോ. കാണുന്നേ കല്യാണത്തിന്റെ എന്തോ ഒരു വിഷയമുണ്ട്. വെറുതെ അല്ലേ ഇവിടെ തട്ടൊക്കെ ഇട്ടിരിക്കണേ. ഇനി ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാലോ? ഓ ഗൈസ് ഇവിടെ തട്ടപ്പെടുന്നു ഗൈസ്. ഗൈസ് അപ്പം ഓരോരോ ക്വസ്റ്റ്യൻസ് ഞാൻ റീഡ് ചെയ്യാൻ പോവാണ്. ഒന്ന് സൈലന്റ് പാലിക്കണം. ഓക്കെ. ആരെ ചോദിച്ചത് പറട്ടെ. സാജി ലബ്രഹാം. ചോദിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. ഹൂ ഈസ് ദി ബെസ്റ്റ് ഡാൻസർ? ഡ്യൂഡി ഓർ അൽഫി? ഡ്യൂഡി. ഗൈസ് പറയൂ. Duty is the professional dancer. Duty is the professional dancer, but the real dancer is Alfie. Oh my baby, mama. Duty. കുഞ്ഞു. ഇക്ക് ഫ്യൂച്ചർ കൂടെ ആലോചിച്ചിട്ടാണ് ലോജിക്കലി ആൻഡ് പ്രാക്ടിക്കലി ഉള്ള ആൻസേഴ്സ് ഐ വിൽ ബി ഡ്യൂട്ടി. ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അറിയാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റഹമത്ത് മാമ. നിങ്ങൾ എല്ലാരും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുമോ? പ്ലേസ് ഏതാ? അങ്ങനെയാണ് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പറ്റിയൊരു പ്ലേസ്. നമുക്ക് എല്ലായിടത്തും ജപ്പാൻ. ജപ്പാൻ ആണോ? എനിക്ക് അവളെ കൊണ്ട് ജപ്പാനിൽ കുറേ പോകാൻ താല്പര്യം. അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. ജപ്പാൻ കൊറിയയിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവള് ആ വഴി പോയി പോവും. തിരിച്ചാൽ മോന്നാതിരിക്കുള്ള കാര്യം പറയാം. നീ ആ വഴി പോയി. അതെന്താ അങ്ങനെ പറഞ്ഞത്? എല്ലാവരും ഇവളെ പോലുള്ള ആൾക്കാർ അവിടെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂഡിനെ വീഡിയോയിലൊന്നും അധികം കാണാറില്ലല്ലോ. ഡ്യൂഡിനെ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ഇടാവോ? ഗൈസ് ഇവരങ്ങ് തായ്ലൻഡിൽ പോകുമ്പോ ഞാൻ ഇവിടുന്ന് വീഡിയോ ഒക്കെ ഇവിടുന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണം. പിന്നെ വേറെ ഒന്നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും തായ്ലൻഡിൽ പോകാനായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മളെ ബഡ്ജറ്റ് ഔട്ട് ഓഫ് മണി. ലൈക്ക് എന്താ പറയാ, ഒരുപാട് പാസ്പോർട്ട് കിട്ടാൻ ടൈം എടുക്കും. അതല്ലേ 20 ഡേയ്സിനാണ് എനിക്ക് പറ്റത്തില്ല. എനിക്ക് കോളേജ് കാര്യം അത് ലാസ്റ്റ് നമ്മൾ മിനിമം 20 ദിവസം പോണം. വേറെ ഒന്നല്ല, എനിക്ക് പറ്റില്ല. നമ്മൾ അത്രക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് പോയിട്ട് അവിടെ 4 ദിവസം നിന്ന് റിട്ടേൺ വരുന്ന പരിപാടി നടക്കൂല. ഇനി എന്തായാലും ഇൻഷാല്ലാ നമ്മളെല്ലാരും, കാരണം ഡ്യൂട്ടി ഒക്കെ വർക്ക് ചെയ്യാൻ. പിന്നെ നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ ഞാൻ അവിടുത്തെ
ഞാൻ അവിടത്തെ ആളായി, ഞാൻ വരും. കുഞ്ഞു എന്നെ അൽഫി ഫൈറ്റ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇവർക്ക് വേണ്ടത് അതല്ലേ, ഞങ്ങൾ മിണ്ടാറില്ല, ഞങ്ങൾ വീഡിയോയില് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഞങ്ങൾ വീട്ടിൽ ഫുൾ ഫൈറ്റ് ആണ്. നമ്മൾ ക്യാമറ കൂടിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതെ അല്ല അൽഫി പറ. അതെ കുഞ്ഞുമോൾ. ഓക്കേ ഓടി ഓടി നീ ഓടി. ഓക്കെ, ആദ്യ തന്നിട്ടുണ്ട്. വീഡിയോ ഒക്കെ അടിപൊളി വെറൈറ്റി കണ്ടന്റ്. ഒരു കുട്ടി സ്വാലിഹിനെ എത്രയും വേഗം അൽഫി പ്രഗ്നന്റ്? No, that's my food baby. അതിന്റെ അധ്വാനിച്ച് കഴിച്ച് ഉണ്ടാക്കുന്ന നൂഡിൽസ്. മറ്റേ എന്റെ പേരെന്താ? അൽഫി തായ്ലൻഡ് വരുമ്പോ ഫുഡ് ബേബിനെ കൊണ്ടിട്ട് വന്ന കേസ്. ഒരുപാട് ഫുഡ് കഴിച്ച് ഇവിടെ ഉണ്ട്. എനിക്ക് വളരെ കുട്ടിയുണ്ട്. എന്താടി തീടൊക്കെ ഉണ്ടാക്കുന്നത്. അമ്മായിയമ്മ പോര് കട്ടലുണ്ടോ? ഭയങ്കര ഇവിടെ ഇമ്മി അൽഫി കൂടിയേ പോര് എന്നെയാണ് കാണിക്കുന്നത്. ഇമ്മി അൽഫി ഒരു ടീമാണ് ഫുഡിനെ. ഞാനും ഉമ്മയും ഇവർക്ക് രണ്ടുപേർക്കും എഗെയിൻസ്റ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഇവരെയാണ് പോരുന്നത്. വെരി വെരി ബാഡ്. നമ്മൾ ഒറ്റക്കെട്ടാവേണ്ടിയിരിക്കുന്നു. ഇല്ല, ഇവർ രണ്ടുപേരും അങ്ങോട്ടും കൂടെ എപ്പോഴും നല്ല വൃത്തികെട്ടവള്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1 month യൂട്യൂബ് ഇൻകം? ഓ, നമ്മള് നോക്കാറില്ല ഗൈസ്, കാരണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ പോവാണ് 1 month യൂട്യൂബ് റവന്യൂ. ഇതിന്റെ കാര്യമുണ്ട്. എന്തിന്റെ കാര്യം? അത് ഏത് മന്ത്? ഒരു മാസം. സീരിയസ്ലി എന്താ പറയാ, അല്ല ഞാൻ പറയാൻ ജെന്യൂനായിട്ട് പറയാം. എനിക്ക് ആദ്യം മന്ത്ലി അറൗണ്ട് ഒരു 6 to പണ്ടൊക്കെ എനിക്ക് 6 to 7, 8, 9 lakh പെർ മന്ത് വൈറലായ സമയത്തൊക്കെ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മള് വീഡിയോസ് ഒന്നും ഇടാറില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയ പോലെ അന്ന് നിന്റെ നാശം തുടങ്ങി. ഇല്ല, ഞാൻ വീഡിയോസ് അങ്ങനെ ഇടാറില്ല. അതുകൊണ്ട് തന്നെ അറൗണ്ട് ഒരു 1.5 to 2 lakhന്റെ ഇടയിലാണ് നമുക്കിപ്പോ കറണ്ട് റവന്യൂ. നമുക്ക് തോന്നിയ മാതിരി നടക്കാം വീഡിയോ. അല്ല, പക്ഷെ ടൈമിലൊക്കെ നമ്മള് ഡെയിലി ഇടാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇപ്പൊ നമുക്ക് ഡെയിലി ഇടാൻ വയ്യാത്തല്ല, മടിയാണ് സത്യം. ഈ സാധനം വീട്ടിലില്ല. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ഇട്ടിട്ടും കാര്യമില്ലല്ലോ. കുഞ്ഞു ആകെ ഒരു ദിവസമൊക്കെ വീട്ടിൽ നിൽക്കുന്നുള്ളൂ. ബിസി. അങ്ങനെ പറയില്ല. അല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ കറക്റ്റ് ആയി കോളേജിൽ പോകുന്നുണ്ട്. ഇപ്പോഴാണ് ലാസ്റ്റ് സമ്മർ എനിക്ക് 1 month കൂടി ഉള്ളൂ കോളേജ്. അപ്പൊ പോണം. അടുത്ത ക്വസ്റ്റ്യൻ. അൽഫിയ വന്നതിന് ശേഷം ഡൂഡിക്ക് പുതിയ മാറ്റങ്ങൾ, ഇനി പോസിറ്റീവ് നെഗറ്റീവ്? ഇവന് അത് നീ ഇവള് വന്നതിന് ശേഷം നിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിരുന്നു? എടാ നിന്റെ എന്താ, നീ പറ, നീ അല്ലേ അറിയുന്നേ. എന്റെ പോസിറ്റീവ് വീട്ടിൽ വന്നേരാണോ? കല്യാണം കഴിഞ്ഞ ആഫ്റ്റർ മാരേജ്. എന്താ പട്ടിയാണ് പോസിറ്റീവ് ഒന്നും കിട്ടുന്നില്ലല്ലോ. കാരണം അൽഫിയായിട്ട് പ്രണയത്തിലായിരുന്നല്ലോ. അപ്പൊ അന്നേ എല്ലാം ചേഞ്ച് ആയി. അപ്പൊ ഒന്ന് ചേഞ്ച് ഡ്രസ് സെൻസ്, ഡ്രസ്സിങ്ങിന് നല്ല ഫാഷൻ ഒരു ഇതൊക്കെ. സ്വഭാവം എന്റെ അടുത്ത് ആ കുരുട്ടായിട്ട സ്വഭാവം തന്നെയാണ്. അപ്പൊ എന്താ കുരുട്ടായിട്ട സ്വഭാവമാണ്. എന്നാലും സ്വഭാവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബെസ്റ്റ് മെമ്മറി വിത്ത് അൽഫി. ആരുടെ മെമ്മറിയോ? എന്റെ മെമ്മറി പറഞ്ഞു, നിന്റെ മെമ്മറി പറഞ്ഞോ? എന്റെ മെമ്മറി ബെസ്റ്റ് മെമ്മറി വിത്ത് അൽഫി അല്ലേ? ഓക്കേ. അപ്പം ഇവളെ കൂടെയുള്ള എന്റെ മെമ്മറി, ഫസ്റ്റ് മെമ്മറി, ഇവൾ നിക്കാഹിന് ഇങ്ങനെ കയറി വരുന്ന ഒരു മൂമെന്റ്. ഞാൻ കരയില്ല എന്ന് വിചാരിച്ചു, പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു തുള്ളി കണ്ണീർ വന്നു. നീ ദൂരായിരുന്നു, നീ അടുത്തുണ്ടായിരുന്നോ? നിന്റെ മെമ്മറി പറയും. എന്റെ മെമ്മറി പറഞ്ഞാല് സത്യം എനിക്ക് കുറച്ച് മെമ്മറി പ്രോബ്ലം. എന്റെ മെമ്മറി പറഞ്ഞ
ഫസ്റ്റ് അൽഫീനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കാറിൽ ഇരിക്കും, മിക്കാന്ന് കുഞ്ഞ് കാറിന് ബാക്കിൽ കയറിയിരുന്നു. മിനി ആണല്ലോ, അപ്പൊ ഉള്ളിൽ കൂടെ വലിഞ്ഞ് ചിരിഞ്ഞു പോണല്ലോ. ബാക്കിലിരുന്ന് അൽഫി വന്നിരുന്ന് അൽഫിനെ ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്തത് അൽഫിയുടെ ഐലാഷ് ആണ്. ഞാൻ ചോദിച്ചത് വെച്ചതാണോ നോക്കും, വെച്ചത് നല്ല ലോങ് ഐലാഷ് ആണ്. അതിപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് ആ ഒരു ഇത് ഇൻസിഡന്റ്. ഫാമിലി, നമ്മളുടെ ഫാമിലിന്റെ ഒരു വലിയൊരു ഡ്രീം അല്ലെ വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് നമ്മൾ അത്രയൊന്നും നമ്മൾ ചിന്തിക്കാറുണ്ട്. നിങ്ങളെ ഫാമിലിയാണ് ഉദ്ദേശിച്ചത്. അല്ല, അവര് നമ്മളെല്ലാവരോടും കൂടി എല്ലാവരും കൂടെ ഒരു ഫാമിലി പറയുമ്പോ എന്താ പറയാ, നമുക്ക് വലിയൊരു മാൻഷൻ അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോവാ. അങ്ങനെ എനിക്കുള്ള ആഗ്രഹം പറഞ്ഞാല് എനിക്ക് ഇവിടെ വലിയൊരു മാൻഷൻ നമ്മുടെ ഫാമിലി ആയിട്ട്, നിന്റെ മാത്രമല്ല ഫാമി ആയിട്ട് സന്തോഷത്തോടെ നമ്മൾക്കിപ്പോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമുക്കിപ്പോ ഒരുപാട് സ്ട്രഗിൾസ് ഒന്നുമില്ല. ബേബി പ്ലാൻ ഉണ്ടോ? ബേബിയുടെ പ്ലാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളോട് എന്തിനത് പറയുന്നത്? നമ്മുടെ പേഴ്സണൽ കാര്യം. She don't want 2 kids because നിനക്ക് അതിനെ പറ്റി എന്താ? അതിലൊരു കുട്ടി വളർന്നു വരുന്നത്. പുതിയ ബിസിനസ് തുടങ്ങാനുള്ള കാരണം ഉമ്മയുടെ ആഗ്രഹമാണോ? ടോട്ടലി ഉമ്മയുടെ ആഗ്രഹം. പണ്ടേ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ടൈം ഒന്നും കിട്ടില്ലായിരുന്നു. അതല്ല, ഉമ്മ ആദ്യം നല്ലോണം വർക്ക് ചെയ്തിരുന്ന ആള്. ഇപ്പൊ പെട്ടെന്ന് ഉമ്മ വർക്ക് ചെയ്യാതിരുന്നു. പിന്നെ ഇവിടത്തെ ഏരിയയിൽ ഉമ്മക്ക് പുറത്തിറങ്ങാനും ഒന്നും ചെയ്യാനും ഇല്ല. അപ്പൊ ലൈക്ക് വൈ നോട്ട്. പിന്നെ ഇതെന്നോ പറഞ്ഞ ഈ ബിസിനസിനെ പറ്റി, പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയവും സന്ദർഭവും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഞാൻ ഇറങ്ങി ഇതിലേക്ക് മെയിൻ ആയിട്ട്. ഞാനാണ് ഇതിന്റെ സിഇഒ, ഞാൻ ഇതിന്റെ മാനേജർ, ഞാനാണ് ഇതിന്റെ. അതെ, കോളേജ് കട്ട് ചെയ്തിട്ട് ഇവളോട് ചുമ്മാ ഈ സ്ക്രീനിന്റെ നല്ല രസമുണ്ട് ഇതിങ്ങനെ നോക്കി. നമ്മള് ഗെയിം കളിക്കും, ഇതിപ്പോ റിയൽ ലൈഫ് ഗെയിം പോലെയാണ്. അപ്പൊ ഗൈസ്, നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ജസ്റ്റ് സ്വിഗ്ഗിയിൽ പോവാ, സ്വിഗ്ഗി പോയിട്ട് റെയ്നാസ് കാറ്ററിംഗ് സെർച്ച് ചെയ്യുക. അതിൽ ബിരിയാണി ഉണ്ട്, കുറെ ഡിഷസ് ഉണ്ട്, സെലക്ട് ചെയ്യുക. എല്ലാ ദിവസവും കയറി നോക്കുക, വാങ്ങുക. രാത്രി 11 മണി വരെ ഉണ്ട്. ഓക്കെ, നോമ്പിന് ഞങ്ങൾ സ്പെഷ്യൽ ഡിഷ്. ഒന്നാമത്തെ കാര്യം കൊച്ചിയിൽ പറയുമ്പോ മെയിൻ ആയിട്ട് മൈൻഡിൽ വരുന്നത് നമ്മളത് കോഴിക്കോടൻ ടേസ്റ്റ് ആണ്. നമ്മൾ കോഴിക്കോടൻ നല്ല അടിപൊളി സാധനമാണ് ഗൈസ്. മായില്ല, മന്ത്രമില്ല, മന്ത്രമില്ല, തന്ത്രമില്ല, ഓൺലി രുചി. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഇല്ല. ആർക്കാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഡ്രസ് കളക്ഷൻ ഉള്ളത്? അതിൽ നമുക്ക് യാതൊരു ഇതില്ലാതെ നമുക്ക് പറയാം അൽഫി. ഡ്രസ് കളക്ഷൻ, മേക്കപ്പ് കളക്ഷൻ, എനിക്ക് ചെറുപ്പ് കളക്ഷൻസ്, ബാഗ് കളക്ഷൻസ്, എല്ലാ ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഇവിടെയാണ്. അത് കാരണം എന്താ അറിയോ, ഞാൻ പണ്ട് തൊട്ടുള്ള സൂക്ഷിച്ചു വെക്കും. അൽഫിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത്രയൊക്കെ ഉള്ളു. കുറെ ക്വസ്റ്റ്യൻസ് കമന്റ് ഞാൻ ഇപ്പം പോസ്റ്റ് ഇട്ടിട്ടുള്ള കമ്മ്യൂണിറ്റി, അതുകൊണ്ട് കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നില്ല. കുഴപ്പമില്ല, ഇതിൽ ഇനി കമന്റ്സ് കുറെ വരുമ്പോൾ ഞാൻ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ആക്കിയിട്ട് വീഡിയോ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രൈബ് ചെയ്യുക, ഇക്കന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, അൽഫിയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഒന്നും ചെയ്തില്ലെങ്കിലും റെയ്നാസ് കാറ്ററിംഗ് എവിടെ ഫുഡ് കിട്ടും, റെയ്നാസ് കാറ്ററിംഗ് എവിടെ കിട്ടും, റെയ്നാസ് കാറ്ററിംഗ്. ഇത് ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റ് ഇല്ല ഗൈസ്. ബൈ.